ഡിയേഴ്സ്, പ്രിറ്റി മിസ് ആണ്. എല്ലാവരും ഇതാ 10th CBSE ഒക്കെ കഴിഞ്ഞ് നമ്മൾ 11th കയറാൻ പോവുകയാണ് അല്ലേ. പലതരത്തിലുള്ള ടെൻഷൻസും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവും. കാരണം ഇതുവരെ നമ്മൾ പഠിച്ച ഒരു പാറ്റേണിലല്ല നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. നല്ല ടഫ് സിലബസിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റുകളൊക്കെ വെച്ച് പഠിക്കുമ്പോഴും പല തവണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എങ്ങനെയാണ് ഇത്രയും കടുകട്ടിയുള്ള സിലബസുകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത്, ഇത്രയും വലിയൊരു ബോർഡ് എക്സാമിന് എങ്ങനെ പ്രിപ്പറേഷൻസ് നടത്തണമെന്ന്. 12th ബോർഡ് എക്സാം വരുന്നതെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വേണ്ട എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും ബേസിക്സ് കിടക്കുന്നത് നമ്മുടെ ഈ 11th തന്നെയാണ്. അതുകൊണ്ട് 11th and 12th എന്ന് പറയുന്ന കംപ്ലീറ്റ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 11th നമ്മൾ എങ്ങനെ ഈ സിലബസ് പഠിക്കണം? ഇപ്പം നീറ്റിന് പഠിക്കുന്ന കുട്ടികളുണ്ടാകും, അതല്ലാതെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടെ നമ്മുടെ ഈ സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലേ. അപ്പം നീറ്റ് JEE ഒക്കെ പഠിക്കുന്നതിനും പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ അഗ്നി ബാച്ചിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും അതിനൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സസിലൂടെയും റെക്കോർഡഡ് വീഡിയോസിലൂടെയും മാത്രമല്ല ഓരോ ചാപ്റ്റർ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാൾ ആൻഡ് മൈൻഡ് മാപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാം സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആപ്പിലൂടെ നടത്തുന്ന എക്സാംസിന് എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന്. അതാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണണം, കാരണം അത്രയും യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ഈ ഒരു 11th CBSE കയറാൻ പോകുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സബ്ജക്ട്, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ എടുത്തോ, ഇനി ഏത് സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ ഓരോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സിലബസ് ആണ്. വലിയ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഓരോ കോണ്ടന്റ് ബേസ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കി, ഞാൻ പഠിച്ചതൊക്കെ നന്നായിട്ട് എനിക്ക് മനസ്സിലായോ, അതോ എനിക്കിവിടെയൊക്കെ ഡൗട്ട്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏത് ടോപ്പിക്കാണ് ഞാൻ കൂടുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് എന്നിങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഉണ്ടാകും. ഓരോ ചാപ്റ്റർ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ നമ്മളതൊരു 4-5 പാർട്ട് ലൈവിലൂടെയാണ് പോകുന്നത്. ഈ 4-5 പാർട്സ് ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാകും. ആ യൂണിറ്റ് ടെസ്റ്റിലൂടെ നമ്മുടെ പ്രീവിയസ് ബോർഡ് എക്സാമിനൊക്കെ വന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ പാറ്റേൺ ഓഫ് ലെവലിൽ MCQs, അസേർഷൻ ടൈപ്സ് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ അതിൻ്റെ വൈകുന്നേരങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വെക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വളരെ ക്രിസ്പായിട്ട് പഠിക്കാനും അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പഠിക്കാനും പറ്റും. അതുമാത്രമല്ല ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലൂടെ വെയിറ്റേജിനനുസരിച്ച് എങ്ങനെ മാർക്ക് ചെയ്യണം, എങ്ങനെയാണ് MCQs വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ തവണ മൊഡ്യൂൾ എക്സാംസും കണ്ടക്ട് ചെയ്യും. ഒരു ടൈപ്പ് മൊഡ്യൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തും. അതുകൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ മോഡൽ എക്സാംസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ആനുവൽ എക്സാമിനോട് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് പലതവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് PYQ സീരീസ് ഒക്കെ നമ്മൾ പോകും. അത് നിങ്ങളെ മാക്സിമം റിവിഷന് സഹായിക്കും. അപ്പം ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും മാക്സിമം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ലെവൽ ബെറ്റർ ആക്കി കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ അഗ്നി 11th CBSE പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മിസ് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്, 12th CBSE കയറുമ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് പഠിക്കുന്നത് കാരണമായിക്കോട്ടെ, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, ബോർഡ് എക്സാമിന് ഏറ്റവും ടോപ്പ് ലെവൽ മാർക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്നി ബാച്ച് അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഇനിയും രജിസ്റ്റർ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിക്കാനും ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ എന്തിനാണ് ടെൻഷൻ, എന്തിനാണ് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ചെയ്യാൻ നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് വരിക, അവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. സോ നന്നായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഓരോ വർഷവും കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.